പ്രിയ ദൈവങ്ങളെ, നമ്മുടെ ഏത് സാഹചര്യത്തിലും നമുക്ക് ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന നിമിഷത്തിൽ നമുക്കൊരു വചനം പറഞ്ഞു വിടാം. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവൃത്തി ഒന്ന് ചെയ്യാൻ റെഡിയാണെങ്കിൽ, ആ ഒരു ദിവസം തുടങ്ങാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾക്കിപ്പം ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നൊരു നിമിഷത്തിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഈ ജോലി എങ്ങനെ പൂർത്തീകരിക്കും, എൻ്റെ ഈ വിദ്യാഭ്യാസം ഞാൻ എങ്ങനെ പൂർത്തീകരിക്കും, എൻ്റെ ഈ തലമുറയുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെ തീരുമാനമെടുക്കും എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് ശക്തമായി പറഞ്ഞു വിടണം, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞത് ചെയ്ത് നോക്കി. നമുക്ക് ചെയ്യാൻ കഴിയാത്ത നിമിഷത്തിലാണെങ്കിൽ പോലും അതിൽ യേശുവിൻ്റെ അത്ഭുതകരം ചലിക്കുന്നതായി നമുക്ക് കാണാം. ശക്തനാക്കുന്നവൻ യേശുവാണെന്ന് ഉറപ്പോടെ, എൻ്റെ കൂടെയുള്ളത് എൻ്റെ യേശുവാണെന്ന് ഉറപ്പോടെ, എന്നെ വഴി നടത്തുന്നത് എൻ്റെ യേശുവാണെന്ന് ഉറപ്പോടെ ഒന്ന് ചെയ്യാൻ റെഡിയാണെങ്കിൽ, ഒന്ന് നിൽക്കാൻ റെഡിയാണെങ്കിൽ, യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തി നമ്മുടെ ഓരോ കാര്യത്തിലും വെളിപ്പെടുക തന്നെ ചെയ്യും. ശക്തീകരിക്കുന്നത് എൻ്റെ യേശുവാണ്, എന്നെ നടത്തുന്നത് എൻ്റെ യേശുവാണ്. ആ ഉറപ്പോടെ മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ, ഈ ദൈവവചനം ഒന്ന് ഏറ്റെടുക്കാൻ റെഡിയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വലിയ വഴിയും വാതിലുകളും തുറക്കുക തന്നെ ചെയ്യും. ആ മുടങ്ങി നിൽക്കുന്നത്, ആ തണഞ്ഞു നിൽക്കുന്നതിന്മേൽ വലിയ വാതിലുകൾ ദൈവം തുറക്കുകയാണ്. ഇത് എന്നും നിലനിൽക്കുന്നതാണ്, മാനുഷിക ശക്തിയല്ല, ഉയരത്തിൽ നിന്നുള്ളത് എന്നും നിലനിൽക്കുന്ന ശക്തിയാണ്. അതാ എന്നെ നടത്തുന്നത് എൻ്റെ യേശുവാണ് ഉറപ്പോടെ വേണം ആ വിഷയത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ, ആ വിഷയത്തെ അഭിമുഖീകരിക്കാൻ. അതാണ് ദൈവവചനം പറയുന്നത്. ഫിലിപ്പിയർ 4:13 പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവുന്നു. നമ്മുടെ ഏത് കാര്യത്തിലാണേലും എന്നെ ശക്തനാക്കുന്ന യേശു എൻ്റെ കൂടെ ഉള്ളതിനാൽ അതെനിക്ക് നിറവേറ്റാൻ കഴിയും. ഏത് സാഹചര്യമാണേലും നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയായിരിക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമായിരിക്കും. ഈ വചനം ഒന്ന് ധ്യാനിച്ച് ഒന്ന് സ്റ്റെപ്പ് വെച്ചേ, യേശു വലിയ കാര്യങ്ങൾ ചെയ്യും.